എനിക്ക് വേണ്ട, ഇത് തിന്നാൻ തോന്നില്ല. തൂറ്റിലൊടിക്കുന്നുള്ള പേടിയുണ്ട്. ഫിറ്റ് അധികമുള്ള ഈഗോ ആണ്, പക്ഷേ പൊതുവെ കാണുന്നവർക്ക് ചെറിയ ഈഗോ ആയിരിക്കും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാൻ ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള നാരങ്ങ മരത്തുനിന്ന് ഒരു നാരങ്ങ നല്ലത് നോക്കി പറിച്ചിട്ട് ഉപ്പും മുളകിട്ട് തിന്നാൻ പോകട്ടോ. കുറേ ദിവസം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വെക്കണം, നാരങ്ങ അവിടെ നിന്ന് പറിച്ചാലോ ഒന്ന്. ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, നല്ല നാരങ്ങ നോക്കി പറിച്ചിട്ട് ഉപ്പും മുളകിട്ട് തിന്നാൻ പോകാട്ടോ. തോടിൻ്റെ അപ്പുറത്തുള്ള തോട്ടത്തിൽ ഫുള്ളും കാപ്പീൻ്റെ തൈ നട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം അടിക്കണ പൈപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് തെറിപ്പിക്കണം കേട്ടോ. വെള്ളമൊക്കെ ഇതാ ഞങ്ങൾ എവിടെ വരെ എത്തിയിരുന്നു, അവിടെ തെങ്ങിൻ്റെ ഒരു ഭാഗം കാണില്ലേ, അവിടെ വരെ വെള്ളം എത്തിയിരുന്നു. അതുണ്ടോ മുറ്റത്തെത്തി, കുറച്ചും കൂടി ആയി മുറ്റത്തെത്തിയായിരുന്നു. എന്ത് കഴിഞ്ഞോ? എന്നാ പറിക്കാൻ പോവാം നമുക്ക്. പിന്നെ പോവാ. ഒരു നാരങ്ങ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ട് കേട്ടോ. അധികം പൈത്തിട്ടില്ല, താഴെ ഭാഗത്തുള്ളൊന്നും അധികം പൈത്തിട്ടില്ല, മേലെ ഭാഗത്തുള്ള 2-3 പൈത്തുണ്ടില്ല. എന്തോ മഞ്ഞ കളറെല്ലാം നോക്കി പറിക്കല്ലേ. അതാ ഭാഗത്ത് അതൊക്കെ പൈത്താണ് തോന്നുന്നുണ്ട്, മഞ്ഞ കളറുണ്ട്. അത് പറിക്കാനാ? അവിടെ ഉണ്ടല്ലോ. ഏത് പറിക്കുക? ഇത് പറിക്കണോ അത് ഇത് പറിക്കണോ? ഇത് ഭാഗത്തുള്ള പറിക്കല്ലേ, ഇത് ആ വലുതല്ലേ അത് പറിക്കല്ലേ. ഇതാ ഭാഗത്തുനിന്നുണ്ട്, ഇതവിടെ തോട്ട് പോവും. കുളത്തി വലുത് വീണുണ്ട്, ഒരു നല്ല വലിയ മഞ്ഞ കളർ. അധികം മഞ്ഞല്ല, ചെറിയ മഞ്ഞ ഉണ്ട്, വലുതാണ്. ഒന്ന് മതി തൊട്ടി അതേപോലെ തന്നെ എടുത്തു. ഒരു മാറ്റില്ല. ഓവർ പൈത്തിയിലേലും ചെറുതായിട്ട് പൈത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് മഞ്ഞ കളറൊക്കെ ഉണ്ട്. മധുരം ഉണ്ടാവുമായിരിക്കില്ല എന്തോ. നീ പോയിട്ട് ഒരു കത്തിയും ഒരു പ്ലേറ്റും എടുത്തോ. മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കണോ, അതോ മുറിച്ച് ഓരോ പീസാക്കി കഴിക്കണം? കുറേ ദിവസം ഞാൻ പറിക്കണം വിചാരിക്കുന്നു, എന്നാണ് ഒരു അവസ്ഥ കിട്ടിയ കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗത്ത് വലിയ ഓട്ടേക്കണ്, ഒരു കുത്തി അതിലാണ്ട് മാറണ. ഒരു കുത്തല്ല, കുറേ കുത്തിക്കണ്, ലാസ്റ്റ് കുത്തിയില്ല മാറണത്. എനിക്ക് പിന്നെ ഈ നാരങ്ങയൊക്കെ മുറിച്ച് ശീലമുള്ളത് കൊണ്ട് പിന്നെ ഞാൻ മുറിക്കാൻ അവൻ്റെ അടുത്ത് കൊടുക്കില്ല. അത് മാത്രമല്ല കൊടുക്കില്ല എന്നല്ല, അവന് മുറിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുറിക്കേണ്ടി വരും. എനിക്ക് ശീലമുണ്ട്, മുറിച്ച് ശീലമുണ്ട്. പണ്ട് ഫുള്ള് തന്നെ ആയിരുന്നു കേട്ടോ. അക്കരെ വീടുകളിലേക്ക് ഇത് അധികം ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ നാരങ്ങയൊക്കെ ഞങ്ങൾ പോയി പറിക്കും, എന്നിട്ട് വരും, എന്നിട്ട് ഉപ്പുമുളക് ഇട്ട് നിന്നും കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരു ആൾക്കാരും ഇല്ല, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഭാഗത്ത് ഒറ്റയ്ക്കായിട്ടുള്ളൂ. ഇന്ന് ഇവരും ഉണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടി തിന്നാൻ പോകട്ടെ. നാരങ്ങ മുറിച്ച് കഴിഞ്ഞിട്ട് നാരങ്ങ മുറിക്കുമ്പോൾ ആകെ വരുന്ന പ്രശ്നം എന്താ അറിയോ? അതിന്റെ തൊലി പൊളിക്കുമ്പോൾ നഖം പൊളിയാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ മേത്തൊക്കെ അതിന്റെ കറ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടൈൽസിൽ അതിന്റെ കറ അയക്കണം. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഈ ഭാഗത്ത് കണ്ടോ ഒരു പച്ച കളറിൽ കറ പോലെ, അതാണ് ഇതിന്റെ ഞാൻ പറഞ്ഞ കറ. അതിന്റെ കറ ഇത് കയ്യിലാക്കുമ്പോൾ ഒരുമാതിരി ചൊവ്വയോ കയ്പൊക്കെ ഉണ്ടാവും, ഒരുമാതിരി കയ്പായിരിക്കും. ഞാൻ വിചാരിച്ചു തൊലിയിൽ മഞ്ഞ കളറൊക്കെ ഉള്ളത് കൊണ്ട് നല്ല പഴുത്ത നല്ല മധുരമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടോ. എന്ത് പുളി അറിയാം, വായിൽ വെക്കാൻ പറ്റില്ല, അത്രയ്ക്കും പുളി. നിനക്ക് പുളിക്കൊന്നുമില്ല, അത്രയ്ക്കും പുളി. ഇതിപ്പോ എങ്ങനെയാ സുറുക്ക് വെച്ച് നല്ല സുറുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല എരിവുള്ള സാധനം തിന്നണതിന്റെ സുഖം ഉണ്ടല്ലോ. ഈ തണുപ്പത്തും പിന്നെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്തും എരിവുള്ള സാധനം തിന്നതിന്റെ മൂഡ് വേറെ തന്നെയാ കേട്ടോ. എന്തോ അപ്പൊ ഞാൻ പറഞ്ഞാലേ എല്ലാം പൊടിച്ചിട്ട് തൊലിയെല്ലാം പൊളിച്ചിട്ട് നമ്മൾ നാരങ്ങ മാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് സുറുക്ക് വയ്ക്കണം, പിന്നെ കുറച്ച് ഉപ്പ് ഇടണം, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കാം. മുളക് വറക്കണില്ല, കുറച്ച് തോനെ എരിവാകും. നന്ദ് പിന്നെ തിന്നൂലെന്നായിട്ടാ പറയുന്നത്. ആദ്യം നമുക്ക് കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടാം. എനിക്കാണോ വേണോ വേണോ വേണോ? ഏത് ഭാഗത്ത് ഇരുന്നിട്ട് തിന്നാ? നല്ല ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇതിങ്ങനെ ഇരുന്ന് തിന്നണം, അതിന്റെ സുഖം വേറെയാ. ടാങ്കിന്റെ മേലെ അങ്ങനെ ഒരു പിടി.
സുർക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. കുറച്ച് ഒഴിച്ചു കേട്ടോ. അതിനുണ്ട് പൊളി പൊളിയോ? പൊളി നല്ല പൊളിയുണ്ട്. പൊളിയല്ലടാ, നല്ല പൊളിയാ. ആ പച്ച പറിച്ച് അതാണ് പൊടി. അടിപൊളി. തുടക്കണ തുണി കളിച്ചേറിനെ കട്ട് എടുത്തോ. ഇതെന്ത് നാരങ്ങ എന്നാ? നാരങ്ങ അമ്മ വന്നിട്ട് എങ്ങനെയാണ്ട് പിടിക്കണേ. നന്ദൊരു ഓട്ടം. നന്ദി ചെട്ടി വേഗം തീരല് വിചാരിച്ചിട്ട് ഇത് തിന്നാൻ തോന്നില്ല. തൂറ്റിലൊടിക്കുന്നുള്ളതിന് പേടിയുണ്ട്. ഇത്രയ്ക്ക് ഞാൻ വായിക്കാറുണ്ട് നോക്കാം. നല്ല എരിവുണ്ട് കിട്ടും, നല്ല എരിവുണ്ട്, നല്ല പൊടിയുണ്ട്, നല്ല എരിവുണ്ട് നോക്കാം. ചിരിപ്പിക്കല്ലെ, മൂക്ക് കൂടെ വരും എന്തോ. ഞാൻ ഇത്ര വായിക്കും. ഇടി നോട്ടെ, ഇടി നോട്ടെ. നീ അത്രയ്ക്കും വായിക്കിട്ട് ഞാൻ ഇത്രയ്ക്കും വായിക്കണം. ഞാൻ ഇത്രയ്ക്കും വായിക്കും. നീ അത്രയ്ക്കും വായിക്കിടുവോ? നീ അത്രയ്ക്കും വായിക്കിട്ടോ? ഞാൻ ഇത്രയ്ക്കും വായിക്കിടും. ഞാൻ അത്രയ്ക്കും വായിക്കും. കയ്യിൽ നീ എന്ത് അത്രയ്ക്കും വായിക്കട്ടെ? ഞാൻ മൊത്തം വായിക്കും. നീ കുടിക്കോ? എനിക്ക് വേണ്ട. നീ ഒരുമാതിരി ഈഗോ അടിച്ച് കാണിക്കലട്ടാ. എന്തോ വേണ്ടിയാ പറഞ്ഞ പോരെ. നഗ പൊള്ളണേ. വേണമെങ്കിൽ നേരത്തെ ഞാൻ നിർത്തി പോവില്ലേ, കുറച്ച് നിന്നാ മതിയായിരുന്നു. എഫക്റ്റ് അധികമുള്ള ഈഗോ ആണ്. പക്ഷേ പൊതുവെ കാണുന്നവർക്ക് ചെറിയ ഈഗോ ആയിരിക്കും. പക്ഷേ നല്ല സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഈ ഈഗോയ്ക്ക്. ഇപ്പം ലൂസാന്ന് പറയാനില്ല, നെഞ്ചെരിയണ്ടാ, പണി പാടിയ പോലെ തോന്നുന്നുണ്ടാ, സൗണ്ടൊക്കെ മാറിയടാ. എന്താ തുടക്കിരുന്ന് തുടക്കി. അയ്യോ, ഞാനൊക്കെ കൂടുതൽ നിന്നിട്ടുണ്ടല്ലോ. ഞാനൊക്കെ ഉറങ്ങിപ്പോയി. ഞാനൊക്കെ ഉറങ്ങിയിട്ട് ഇപ്പൊ എണീക്കുന്നുള്ളൂ. അമ്മയെ നെഞ്ചൊക്കെ എന്തൊക്കെ ആവുകൊണ്ട് വൈദ്യുതി തൂട്ടിലൊന്നും പിടിച്ചില്ല കേട്ടോ. എന്തോ ഒരു വാശിക്ക് എന്തോ ഒരു ഇതില് തിന്നു പോയതാ. അത്രയും തിന്നണ്ടായിരുന്നു. ഞാൻ ഈ നാരങ്ങ തൊട്ടില്ല. എനിക്ക് ഈ നാരങ്ങ വേണ്ട, പുളിയുള്ള സാധനം. അത് എരിവ് കൂടിയതൊന്നും ഞാൻ ഇനി തിന്നൂല. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ ചൂടും വേർപ്പും എല്ലാം കണ്ട് പോയപ്പോ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് സൗണ്ട് കൂട്ടിയിട്ട് അപ്പുറത്തിന് TV കണ്ടോണ്ട് നിൽക്കുന്നുണ്ടോ. TV എന്താണെന്ന് അറിയാം, സീരിയൽ കണ്ടോണ്ട് നിൽക്കുന്നുണ്ട്. കിങ്ങിണി ഹാളിൽ അങ്ങനെ എല്ലാവരും ഓരോരോ റൂമിൽ ചെതറി കിടക്കാട്ടോ. അപ്പോൾ ഫുഡ് ഞാൻ കഴിക്കണ നേരെ നിൽക്കണില്ല. എന്തായാലും ഇവിടുന്ന് വ്ളോഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.